5 തലമുറകളായി നിങ്ങൾക്കൊപ്പം PRS ഹോസ്പിറ്റൽ. വീണ്ടും ഈ നമ്മുടെ സ്കൂൾ പ്രവേശനോത്സവം ഒരു വിവാദമായിരിക്കുകയാണ്. സ്കൂൾ പ്രവേശനോത്സവത്തിൽ സാഹിത്യകാരന്മാർ, സംസ്കാര നായകർ, കലാകാരന്മാർ, ബ്ലോഗർമാർ ഇങ്ങനെ എല്ലാവരും വിളിക്കും. തിരുവനന്തപുരത്ത് ഒരു പ്രധാനപ്പെട്ട സ്കൂൾ, ഞാൻ സ്കൂളിൻ്റെ പേര് പറയുന്നില്ല, കാരണം വിദ്യാർത്ഥികൾ പഠിക്കുന്ന സ്കൂളിൻ്റെ പേര് പറഞ്ഞ് ചിത്തയാക്കുന്നില്ല, അതുകൊണ്ട് സ്കൂളിൻ്റെ പേര് പറയുന്നില്ല. ഒരു പ്രധാനപ്പെട്ട സ്കൂളിൽ, വർഷങ്ങൾ പാരമ്പര്യമുള്ള പ്രധാനപ്പെട്ട സ്കൂളിൽ PTA-യും സ്കൂളിൻ്റെ ടീമും എല്ലാം കൂടി ബ്ലോഗർ മുകേഷ് M. നായരെ വിളിച്ചു. അപ്പോൾ ഒരാളെ വിളിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ബയോഡേറ്റയും അത്യാവശ്യം കാര്യങ്ങളൊക്കെ നോക്കണ്ടേ. അദ്ദേഹം പോക്സോ കേസിൽ പ്രതിയാണ്. മാത്രമല്ല പോക്സോ കേസ് മാത്രമല്ല, നിരവധി കേസുകളിൽ പ്രതിയാണെന്നാണ് അറിയുന്നത്. അദ്ദേഹത്തിന് മറ്റൊരുപാട് ദുശീലങ്ങളുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് വിളിച്ച് ഒരു സാരോപദേശം കൊടുക്കുമ്പോൾ, സദുദ്ദേശപരമായ സന്ദേശം കൊടുക്കുമ്പോൾ, സമ്മാനം കൊടുക്കുമ്പോൾ അത് ആരെ കൊണ്ടാണ് കൊടുക്കുന്നത്? സന്ദേശം കൊടുക്കുന്ന ആളുകളല്ലേ വിളിക്കേണ്ടത്. അപ്പോൾ തീർച്ചയായിട്ടും ബ്ലോഗറെ വിളിച്ച് വളരെ വിവാദമായി അവസാനം അത് ഡെപ്യൂട്ടി ഡയറക്ടറോട് നമ്മുടെ മന്ത്രി ശിവൻകുട്ടി അത് ഉത്തരവിട്ടിരിക്കുന്നു, അത് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നു, എങ്ങനെയാണ് ഇത് സംഭവിച്ചു. അപ്പോൾ സ്കൂളുകാർ വളരെ നിഷ്കാമ കർമ്മം പോലെ ഒന്നും അറിയാത്തതൊക്കെ പറയണം, അയ്യോ ഞങ്ങൾക്കറിയില്ലായിരുന്നു കേസ് എന്നൊക്കെ പറഞ്ഞ്. വളരെ വിവാദമായ കേസല്ലേ, എല്ലാ ചാനലുകളിലും പത്രങ്ങളിലും ഓൺലൈനിലും എല്ലാം വന്നിട്ടുള്ള വിവാദമായ കേസുകളാണ് ബ്ലോഗർ. പക്ഷേ എന്ത് ചെയ്യാൻ, നമ്മുടെ കുട്ടികൾക്കും ഇതൊക്കെ മതി. തൊപ്പി ഡെപ്പി എന്നൊക്കെ പറയുന്ന ആളുകളെയാണ് ആളുകൾക്ക് ഇഷ്ടം. അശ്ലീല പാട്ട് പാടുന്നവർ, അശ്ലീലം പറയുന്നവർ, യൂട്യൂബ് ചാനലിൽ നെഗറ്റീവ് പറയുന്നവർ, അങ്ങനെ പറയുന്ന, ഞാനത് ഇപ്പോൾ ഇതിലൂടെ എൻ്റെ ചാനലിലൂടെ പറയുന്നില്ല, അങ്ങനെ പറയുന്നവരാണ് എല്ലാവർക്കും ഇഷ്ടം. എന്ത് ചെയ്യാം. തൊപ്പിയൊക്കെ ചെന്നപ്പോൾ ട്രാഫിക് ബ്ലോക്കാണ് ഉണ്ടായത്. മഞ്ചേരിയിലും മലപ്പുറത്തൊക്കെ വിവിധ ഭാഗങ്ങളിൽ ആയിരക്കണക്കിന് കുട്ടികൾ വന്ന്, 10,000-കണക്കിന് കുട്ടികൾ വന്നിട്ട് ട്രാഫിക് ബ്ലോക്കാണ് ഉണ്ടായത്. എന്തൊരു നാടാണിത്. ഇപ്പോൾ ബ്ലോഗർ മുകേഷ് M. നായർ, അദ്ദേഹം വളരെ മോശമായി, എല്ലാ അർത്ഥത്തിലും മോശമാണ്. ഞാൻ ഒരു വ്യക്തിയെ ഇങ്ങനെ വ്യക്തിഹത്യ ചെയ്യുന്നത് ശരിയല്ലാത്തതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയാത്തത്. പല തരത്തിലും നമ്മൾ സാധാരണ സദാചാരമെന്നോ അല്ലെങ്കിൽ നമ്മൾ ചെയ്തു കൂടാന്നൊക്കെ പറയുന്ന ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന വ്യക്തിത്വമാണ്. പക്ഷേ അദ്ദേഹം എന്നിട്ട് കേസുമുണ്ട്. അദ്ദേഹത്തിന് അറിയാമല്ലോ, ഞാനൊരു പോക്സോ കേസിൽപ്പെട്ട ആളാണ്, ഞാനങ്ങനെ സ്കൂളിൽ പോയി കുട്ടികൾക്ക് എനിക്ക് സന്ദേശം പറയുന്നത് ശരിയല്ല എന്ന് ഒഴിഞ്ഞു നിൽക്കട്ടെ. അപ്പോൾ അതും അദ്ദേഹം ഒരു അലങ്കാരമായിട്ട് എടുത്ത് സ്കൂളിൽ പോയി ആ വീഡിയോ ഒക്കെ എടുത്ത് അതും കൂടി ഇട്ട് കഴിഞ്ഞാൽ തൻ്റെ സാമൂഹ്യ അംഗീകാരം ഒന്ന് കൂടുകയാണെങ്കിലോ കേസൊക്കെ നിൽക്കുകയാണെങ്കിലും ജനങ്ങൾ കേസൊക്കെ മറന്നിട്ട് സ്കൂളിൽ പോയി വലിയ കാര്യമൊക്കെ ചെയ്യുന്നു എന്ന് പറഞ്ഞ് വന്നാലോ എന്നായിരിക്കും മുകേഷ് ധരിച്ചത്. വളരെ കഷ്ടമായിപ്പോയി. എന്തായാലും അങ്ങനെ ചെയ്തത് ശരിയായില്ല. നടപടി വരും എന്നാണ് കേൾക്കുന്നത്. തീർച്ചയായിട്ടും സ്കൂളുകളിൽ നമ്മൾ ആലോചിക്കേണ്ടത്, ഈ രാജ്യത്ത് നല്ല സയൻറ്റിസ്റ്റുമാരുണ്ട്, ഡോക്ടർമാരുണ്ട്, എഞ്ചിനീയർമാരുണ്ട്, സാഹിത്യകാരന്മാരുണ്ട്, കലാകാരന്മാരെ വിളിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. കലാകാരന്മാരെ വിളിക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് വിളിക്കും. ഇപ്പോൾ സിനിമയെന്നൊക്കെ പലരെയും വിളിക്കാൻ വയ്യാത്ത സ്ഥിതിയാണ്. കേസുകളിലും പ്രശ്നങ്ങളിലും ഒക്കെ പെട്ട് നിൽക്കുകയാണ് ആളുകൾ. അപ്പോൾ അതുകൊണ്ട് എന്താണ് ചെയ്യാൻ പറ്റുക എന്ന് നമുക്കറിയില്ല. തീർച്ചയായിട്ടും കലാകാരന്മാരെ വിളിക്കുന്നതായാലും ആരെ വിളിക്കുന്നതായാലും ബയോഡേറ്റ കൂടി നോക്കുന്നതോടൊപ്പം ഇതുപോലത്തെ സെലിബ്രിറ്റികളൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ മറ്റ് വേറെ ബോർഡ്സ് കൂടി തിരക്കിയിട്ട് വേണം വിളിക്കാൻ. കാരണം പോക്സോ കേസുകളിലും മറ്റ് പല കേസുകളിലും പെട്ടുകിടക്കുന്നവരായിരിക്കും അവർ. അത് തീർച്ചയായിട്ടും ശ്രദ്ധിക്കാത്തതിൻ്റെ ഒരു അബദ്ധം അവിടെ സംഭവിച്ചിട്ടുണ്ട്. എന്തായാലും മുകേഷ് M. നായരെ വിളിച്ചത് തന്നെ ഒന്നാമത്തെ തെറ്റ്. രണ്ടാമത്തെ തെറ്റ്, അങ്ങനെ വിളിക്കുമ്പോൾ താൻ പോകാൻ നിൽക്കുന്നു, പോയി പറയാൻ, അല്ലെങ്കിൽ സ്കൂളൊക്കെ ഒഴിവാക്കി സ്കൂളും കോളേജിലൊന്നും ഞാൻ പോകുന്നില്ല, ഞാൻ അങ്ങനെയുള്ള ഒരാളല്ല എന്ന് പറയുന്നതിന് പകരം 24 മണിക്കൂറും ബ്ലോഗർ പരിപാടികളൊക്കെ ചെയ്ത് അതിലും അശ്ലീല കാര്യങ്ങളും ഒക്കെ പറഞ്ഞ് നടക്കുന്ന ഒരു വ്യക്തി, ഒരു ബ്ലോഗർ ഇങ്ങനെ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും സമൂഹത്തിന് വലിയ സന്ദേശമാണ് നഷ്ടപ്പെടുന്നത്. സ്കൂളുകളിൽ പ്രവേശനോത്സവം എന്ന് പറയുന്നത് വളരെ സന്തോഷമുള്ള കാര്യമാണ്, ആനന്ദം നൽകുന്ന കാര്യമാണ്. അന്ന് നല്ല സന്ദേശങ്ങളാണ് കുട്ടികൾക്ക് കൊടുക്കേണ്ടത്. ആരെ കണ്ടാണ് കുട്ടികൾ റോൾ മോഡൽ പഠിക്കേണ്ടത്? മാതാപിതാക്കളെ കണ്ട്, ഇതുപോലത്തെ ആളുകളെയൊക്കെ കണ്ടാണ്. പക്ഷേ അതിനൊക്കെ എന്താണ് ഇയാൾ പറയുന്നത്? സംസാരിക്കാൻ പറ്റുമോ ഇയാൾക്ക്? വന്നിട്ട് ഇയാൾ എന്താണ് സംസാരിക്കുന്നത്? ഏതെങ്കിലും നല്ല കാര്യങ്ങൾ, സന്ദേശപരമായ കാര്യങ്ങൾ ഇദ്ദേഹത്തിന് സംസാരിക്കാൻ കഴിയുമോ? അതെനിക്കറിയില്ല. എന്തായാലും മുകേഷ് M. നായർ വന്നു, അത് വിവാദമായി. മന്ത്രി ഉത്തരവിട്ടിരിക്കുന്നു, ഡെപ്യൂട്ടി ഡയറക്ടറോട് തിരക്കാൻ പറഞ്ഞിരിക്കുന്നു. വരും ദിവസങ്ങളിൽ അതിനാവശ്യമായ നടപടികൾ ഉണ്ടാകുമെന്ന് മനസ്സിലാക്കുന്നു. ഒരു കേവല വിശദീകരണത്തിൽ അത് നിൽക്കുമോ, അതോ അതിലുപരിയായി കൃത്യമായ ഡയറക്ഷൻ എല്ലാ സ്കൂളുകൾക്കും പ്രവേശനോത്സവമായി ആരെയൊക്കെ വിളിക്കാം, ആരെയൊക്കെ വിളിച്ചുകൂടാ എന്നുള്ളതിൻ്റെ ഒരു ഫോർമാറ്റ് താഴേക്ക് പോകുമോ? അങ്ങനെ പോകുമെന്ന് നമുക്ക് വിശ്വസിക്കാം. കാരണം മന്ത്രിയാണ് ഈ വിഷയത്തിൽ ഇടപെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വരും വർഷങ്ങളിലെ പ്രവേശനോത്സവത്തിലും സ്കൂൾ കോളേജ് പരിപാടികളിലും ഗസ്റ്റുമാരെ വിളിക്കുമ്പോൾ ഒരു പ്രോട്ടോക്കോൾ എങ്ങനെയാണ് പാലിക്കുക എന്നുള്ളതിൻ്റെ വളരെ കൃത്യമായ ഒരു നിയമവും ചട്ടവും ഓർഡറും ഒക്കെ ഉണ്ടാകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം.